രണ്ടുപേര് റിട്ടയർ ചെയ്യുന്ന ബിനോയ് വിശ്വവും ജോസ് കെ മാണിയുമാണ്. ഈ റിട്ടയർ ചെയ്യുന്ന രാജ്യസഭാ സീറ്റിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിണറായിയെ മൈക്കിന് നന്നാക്കി കൊടുക്കാത്ത ബിനോയ്ക്കാണോ മൈക്ക് നന്നാക്കി കൊടുത്ത ജോസ് കെ മാണിക്കാണോ സീറ്റ് കിട്ടുന്നത് എന്നുള്ളതാണ് കേരളം അറിയാൻ കാത്തിരിക്കുന്ന ഒരു കാര്യം. ഏതായാലും അതവിടെ നിൽക്കട്ടെ, അതിനും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരാൻ പോകുന്നൊരു കാര്യമാണ്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, CPIക്കും CPMനും ഇടതുപക്ഷ മുന്നണിക്ക് പൊതുവെയും കേരളത്തിൽ ഒരു സീറ്റും കിട്ടാത്ത അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തിൻ്റെ പേരിലാണ് ഇവർ വോട്ട് ചോദിക്കുന്നത്? സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളെപ്പറ്റി അവർക്ക് പറയാനില്ല. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിൽ അവർക്കുള്ള സ്ഥാനം എല്ലാവർക്കും അറിയാം. ഇന്ന് വൈകിയാണെങ്കിലും പ്രകാശ് കാരാട്ടിന് ബുദ്ധി ഉദിച്ചത് നന്നായി. കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ സ്വാഗതം ചെയ്യാം. അതുകൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരിക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വർഗീയ ശക്തികളെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ NDAക്ക് കിട്ടിയത് 35% വോട്ടാണ്. ബാക്കി 65% വോട്ട് ഭിന്നിച്ചുപോയി. അങ്ങനെ ഭിന്നിച്ചുപോയ 65% വോട്ടുകളെ ഒരുമിപ്പിച്ച് നിർത്താനാണ് ഇന്ത്യ മുന്നണി എന്ന സംവിധാനം ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നമുക്ക് ഒരു തരംഗവും കാണാനില്ല. BJP പറയുന്നത് പോലെ ഒരു തരംഗവുമില്ല. അബ് കി ബാർ 400 പാർ എന്നുള്ള ഇവരുടെ മുദ്രാവാക്യം ഭയത്തിൽ നിന്നുണ്ടായ മുദ്രാവാക്യമാണ്. ഈ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി നോക്കിയാൽ ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. രണ്ടാം ഘട്ടത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള 85 വയസ്സ് കഴിഞ്ഞവരുടെ വോട്ട് ചെയ്യൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നരേന്ദ്രമോദിയെ താഴെ ഇറക്കി രാജ്യത്ത് ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരും. അത് പേടിച്ചിട്ടാണ് വടക്കേ ഇന്ത്യയിൽ നിന്ന് മാറി തെക്കേ ഇന്ത്യയിൽ പ്രധാനമന്ത്രി വലിയ തോതിലുള്ള പര്യടനം നടത്തുന്നു. പക്ഷേ തെക്കേ ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല. കേരളത്തിൽ 20 സീറ്റും UDF നേടുന്നു. തമിഴ്നാട്ടിൽ NDAക്ക് ഒരു സീറ്റും ലഭിക്കില്ല. അവിടെ DMK മുന്നണിക്ക് വൻപിച്ച ഭൂരിപക്ഷം ഉണ്ടാകും. കർണാടകത്തിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഒരു സീറ്റായിരുന്നു. ഇത്തവണ 20-ലേറെ സീറ്റ് ലഭിക്കും. തെലങ്കാനയിലെ സ്ഥിതി അതുതന്നെയാണ്, വൻപിച്ച മുന്നേറ്റം ഉണ്ടാകും. എനിക്ക് ചാർജുള്ള മഹാരാഷ്ട്രയിൽ ശരത് പവാറും പാർട്ടിയും ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയും കോൺഗ്രസും ചേർന്നുള്ള മഹാവികാസ് അഘാടി 30 സീറ്റും 35 സീറ്റിനിടയിൽ നേടുമെന്നാണ് സർവേ റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. ഉത്തർപ്രദേശിലും ബീഹാറിലും കഴിഞ്ഞ സ്ഥിതി ആയിരിക്കില്ല ഇപ്പോഴത്തെ. രാജസ്ഥാനിൽ പോലും ഞങ്ങൾ മെച്ചപ്പെടാന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള സഖ്യം ഡൽഹിയിലും ബംഗാളിലും വലിയ മുന്നേറ്റമുണ്ടാക്കും. ബംഗാളിൽ ഏതായാലും BJP വിരുദ്ധ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥിതിയാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ 400 സീറ്റ് എന്നുള്ളത് ഒരു മോഡിയുടെ ഭയത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. വാസ്തവത്തിൽ ഇന്ത്യയിൽ ഒരു ഇന്ത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ കോൺഗ്രസിനെ എതിർക്കുന്ന ഇടതുമുന്നണിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, മറ്റെല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ കോൺഗ്രസിനോടൊപ്പമല്ലേ? തമിഴ്നാട്ടിൽ, വെസ്റ്റ് ബംഗാളിൽ, രാജസ്ഥാനിൽ, മഹാരാഷ്ട്രയിൽ എല്ലായിടത്തും നിങ്ങൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു. എന്നിട്ട് കോൺഗ്രസിനെതിരായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ തികച്ചും ദൗർഭാഗ്യകരമായ ഒന്നാണ്.